ബിന്ദു വരുന്നു. ചായ. ഇതെന്ത് ചായടി? വായിലൊക്കെ പറ്റുന്നതാണോ ഇത്? ചായ ഒരു 10-20 കൊല്ലമായില്ലേ നീന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇത്രയും കാലത്ത് മര്യാദക്ക് ചായ പോലും ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല അല്ലേ? നാശം. ഓ അമ്മേ കറി എത്ര നേരമായി? വരുന്നു മോളെ. മോളെ, നീ ഇന്നലെ ഇട്ട ഉടുപ്പ് വാഷിംഗ് മെഷീനിൽ ഇട്ട് വന്ന് കഴിച്ചാ പോരായിരുന്നോ? എനിക്ക് അതിന് സമയമൊന്നുമില്ല, അമ്മ തന്നെ അങ്ങ് ചെയ്താ മതി. ആ എന്തേട്ടാ? ഈ ഷർട്ട് തേക്കാനാണോ നിന്നോട് പറഞ്ഞത്? ഈ ഷർട്ട് വിജയേട്ടന് നല്ല ചേർച്ചയല്ലേ? ഞാൻ എന്തിടണം എന്തിടണ്ടെന്ന് ഞാനാ തീരുമാനിക്കണേ, നീ അല്ല. മനസ്സിലായല്ലോ? ഞാൻ പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചാ മതി. എന്നെ ഭരിക്കാൻ വരുന്നു. അമ്മേ, അമ്മേ, പുട്ട് പുട്ട് എല്ലാ ദിവസവും പുട്ട്. അമ്മയ്ക്ക് വരുന്നുണ്ടോ കാര്യത്തില്ലേ? എനിക്കൊന്നും വേണ്ട. എന്തൊരു ജന്മാടി ഇത്. പോയി ചത്തൂടെ? എന്റെ മണിക്കുട്ടി, നീ വല്ലതും അറിയുന്നുണ്ടോ ഈ വീട്ടിൽ നടക്കുന്ന പുകില്? ഇവിടെ ഇപ്പോ നീ മാത്രമേ ഉള്ളൂ എന്നെ വഴക്ക് പറയാത്തത്. കുടിച്ചോട്ടോ. ആ കണ്ണാ, ചായ എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട, ഞാൻ ആന്റിയുടെ വീട്ടിൽ വെച്ച്. ഡാ, അമ്മ കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കുമ്പളപ്പാ? എനിക്കൊന്നും വേണ്ട. സ്വാമി, കുടിക്കാല വെള്ളം എടുത്ത് വെച്ചോടി. അയ്യോ, മറന്നുപോയി. പിന്നെ നിനക്കെന്താ പണി? വന്ന് ഡെയിലി ചെയ്യുന്ന കാര്യം പോലും മറക്കാൻ തുടങ്ങി. ഒരു കാര്യം പോലും മര്യാദക്ക് ചെയ്യില്ല. നാശം. എൻ്റെ തലവിധി. അടുത്ത് വരുമ്പോൾ തന്നെ ചാണകത്തിൻ്റെ സ്മെല്ല വൃത്തികേട്ടത്. മക്കള് ഉറങ്ങിയ മോള്? ഉറങ്ങി. വിജയനോ? നീ എന്താ ഉറങ്ങുന്നില്ലേ? ഉറങ്ങാൻ പോണു. ഇന്നും പതിവ് തന്നെയല്ലേ? എന്താ പറയാ ഞാന്?
എന്നും ഇങ്ങനെയായാലും എന്താണ് സ്ഥിതി? ആ കുട്ടികൾ ഇതൊക്കെ കണ്ടല്ലേ പഠിക്കണം. മോള് പോയി കിടന്നുറങ്ങിക്കോ. ശരി അച്ഛാ. ദേ, എനിക്കൊരു ചായ എടുത്തോണ്ട് വാ. എന്താടോ കണ്ണുപിടിച്ച് നോക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? എനിക്കൊരു ചായ എടുത്തോണ്ട് വരാൻ. ദാ, നിന്റെയൊക്കെ തേപ്പ് കഴിഞ്ഞില്ലേ? പോയി കുളിക്കടാ. ചായ. ആ, അമ്മ നമ്മളെ വല്ലതും ചെയ്യൂ? എന്റെ കോൺസെൻട്രേഷൻ കളില്ലടാ. ചായ. ചായ 19 വയസ്സായില്ലടോ. ഇതുവരെ നേരാ വെണ്ണ ഒരു ചായ എടുക്കാൻ തനിക്ക് അറിഞ്ഞൂടെ? പോ. എഴുന്നേക്കടി. നിന്റെ തുണിയെല്ലാം അലക്കിയിട്ട് നീ തിന്നാ മതി. അമ്മ എനിക്ക് സ്കൂളിൽ പോണം. നീ എവിടെ പോണില്ല. പോയി തുണി അലക്കടി. പൊടി. തിന്നടാ കുട്ട്, തിന്നാൻ. കറിയില്ലേ? കറിയോ? കറി ഉണ്ടെങ്കിൽ മാത്രമേ നീ പുട്ട് തിന്നോളൂ. തിന്നടാ. പുട്ട് മുഴുവൻ തിന്നിട്ട് പാത്രം കഴുകി വെച്ചോളണം. കേട്ടോടാ? ഞാൻ കുഞ്ഞുമോളെന്താടാ? അവള് തുണി കഴുകുക. അതെ, പാത്രം കഴുകി കഴിഞ്ഞിട്ടേ തൊഴുത്തും കഴുകിയിട്ടോളണം. ഭ്രാന്താ. അച്ഛാ, എനിക്ക് ചാണാനൊന്നും വരാൻ പറ്റത്തില്ല. നിങ്ങൾ പേടിക്കണ്ട. ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കടാ. നോക്കിക്കോ എൻ്റെ നടു. ഹലോ, നീ എത്രയും വേഗം വീട്ടിലേക്ക് വരണടാ. അളിയ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ വരണോ? ഞാൻ പറയുന്നത് കേൾക്കടാ. നീ വേഗം വീട്ടിലേക്ക് വാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അളിയ? പ്രശ്നമുണ്ട്. നീ വന്നിട്ട് പറയാം. ആ, വരുമ്പോ അച്ഛനെയും കൂട്ടിക്കോ. കണ്ണാ, വിജയേട്ടാ, കഥക് തുറക്ക്. നിന്റെ അച്ഛനെ നീ ഇപ്പോഴെത്തും. ഞാൻ തുറന്നു വിടാ. ഇന്നത്തോടെ നിന്റെ ഭ്രാന്തി ചതു. നിനക്കറിയില്ല ഈ വിജയൻ ആരാണ്. അളിയ, ഇവിടെ എന്താ പ്രശ്നം? നിന്റെ പെങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അവിടെ രാവിലെ മുതൽ കാട്ടിക്കൊടുത്ത് എന്താണെന്നറിയോ? അച്ഛാ, ഇതൊരു ഭ്രാന്ത. എന്ത് വട്ടാടാ നീ പറയാ? എനിക്ക് എന്റെ മക്കളാ വലുത്. അവള് ചേച്ചി, ചേച്ചി വന്നേ. മോളെ വാ. എന്താ പറ്റിയത്? ഭ്രാന്ത് അല്ലാണ്ട് എന്താ? എനിക്കൊന്നുമില്ലടാ. 20 വർഷം ഇവർ എന്നോട് കാണിച്ചത് ഒരു ദിവസം ഞാൻ അവരോട് കാണിച്ച്. അതിനാണ് ഇവരെന്നെ ഭ്രാന്തിയാന്ന് പറഞ്ഞ് മുറിയിൽ പൂട്ടിയിട്ടത്. അളിയ, നിങ്ങൾ ഇവിടുത്തെ കറവ പശുക്കൾ കൊടുക്കുന്ന സ്നേഹം പോലും എന്നെ ചേച്ചി കൊടുക്കുന്നില്ലല്ലോ. ദേ,
ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ ചേച്ചിക്കല്ല ഭ്രാന്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കോ. ഞങ്ങൾ എന്തായാലും ഇന്ന് ചേച്ചി കൊണ്ട് പോവാ. ബാ ചേച്ചി. ഇല്ല, ഞാനില്ല. എന്തൊക്കെയായാലും ഇവരാണ് എന്റെ ലോകം. ഇവരെ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. നിങ്ങൾ പോയിക്കോ. കേട്ടില്ലേ? കുട്ടികളുടെ കാര്യം പോട്ടെ. 20 വർഷക്കാലം അവളുടെ കൂടെ താമസിച്ച നിനക്ക് അവളുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞോ? കഷ്ടം തന്നെ. ഈ ജീവിതത്തില് എത്ര വില കൊടുത്താലും വാങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. കുടുംബം, ഭാര്യ, മക്കൾ, അതെല്ലാം മനസ്സിലാക്കിയിട്ട് അവളും നീയും നിങ്ങളുടെ മക്കളൊക്കെ ഒന്നിച്ചൊന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കേ. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാല് തീരെ ചെറുത വിജയ. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ കാര്യങ്ങൾ വലിയ വലിയ സന്തോഷങ്ങളാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു കുടുംബനാഥന്റെ ഏറ്റവും വലിയ കടമ. അമ്മേ,